പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്ത്, ആ സൂറത്തിൻ്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ സംബന്ധിച്ച് അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ, വാനലോകത്ത് ചിറകുകൾ വിടർത്തി അല്ലെങ്കിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചോദ്യമാണ്. സമാനമായിട്ട് തന്നെ വീണ്ടും 16-ാമത്തെ അധ്യായം സൂറത്തുൽ നഹ്ലിൻ്റെ 79-ാമത്തെ വചനത്തിലും അതേ ചോദ്യം അല്ലെങ്കിൽ മനുഷ്യന്റെ ശ്രദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാനലോകത്തേക്ക് അല്ലെങ്കിൽ പക്ഷികളുടെ ലോകത്തേക്ക് തിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷികളെ നോക്കുക എന്നുള്ളത് ആ ഒരു ആയത്തിൻ്റെ തഫ്സീറുകൾ, എത്ര തന്നെ തഫ്സീറുകൾ നമ്മൾ വായിച്ചാലും യഥാർത്ഥത്തിലുള്ള അതിൻ്റെ തഫ്സീർ എന്നുള്ളത് നമ്മൾ വായിക്കുന്ന ഗ്രന്ഥം പൂട്ടി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ പക്ഷികളെ നോക്കുക, അല്ലെങ്കിൽ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട ആ പഠനം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അതിനു വേണ്ടി തന്നെ ഒരു ശാസ്ത്രശാഖ, ഓർണിത്തോളജി എന്നുള്ളൊരു ശാസ്ത്രശാഖ തന്നെ നിലവിലുണ്ട്. അതിലുള്ള പക്ഷികളെ സംബന്ധിച്ചുള്ള പഠനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അത്ഭുത ലോകത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതിനുശേഷം സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, അത് പരമകാരുണ്യകനല്ലാതെ അതിനെ മറ്റാരും താങ്ങി നിർത്തുന്നില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അപ്പോൾ താങ്ങി നിർത്തുക എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ വാനലോകത്ത് പിടിച്ചു നിർത്താനല്ല, മറിച്ച് ആ വാനലോകത്ത് ഇപ്പോൾ ഗുരുത്വാകർഷണം, അതേപോലെ തന്നെ വായുവിൻ്റെ എയർ റെസിസ്റ്റൻസ്, അതിനെല്ലാം ആ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ രൂപത്തിൽ സ്മൂത്തായിട്ട് പറക്കാൻ യോഗ്യമായിട്ടുള്ള ആ ശാരീരിക ഘടന അതിന് നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതിനനുകരിച്ച് പക്ഷികളെ അനുകരിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിച്ച ആ ഫ്ലൈറ്റ്, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ്. ആ രൂപത്തിൽ സഞ്ചരിക്കാൻ, ആ പറക്കാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ആ പ്രാപഞ്ചിക നിയമങ്ങൾ, അല്ലെങ്കിൽ അതിനെ നമുക്ക് വസഖറക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതിനെ നമുക്ക് വിധേയമാക്കി തന്നതും അത് അള്ളാഹിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന്. കപ്പലിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷികളുമായി ബന്ധപ്പെട്ട അത്തരം പഠനങ്ങൾ നിരവധി അത്ഭുതപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശ്രദ്ധ ആ ദിശയിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതിന്റെ ചില ഉത്തരങ്ങളാണ്. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് പക്ഷികൾ ഒന്നടങ്കം വാനലോകത്ത് അവ ചെയ്യുന്ന നൃത്തം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിരവധി പാറ്റേണുകൾ ആകാശലോകത്ത് പക്ഷികൾ നിർമ്മിക്കാൻ, സ്റ്റാർലിംഗ് മെർമറേഷൻ എന്നുള്ള മനോഹരമായിട്ടുള്ള പ്രതിഭാസം, അതിൻ്റെ ആ പാറ്റേണിൻ്റെ കൃത്യത തന്നെ, അതിൻ്റെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ കൃത്യത, അതിൻ്റെ മറ്റൊരു പഠന വിഷയമാണ്. ആ രൂപത്തിൽ എത്ര കൃത്യമായിട്ടാണ് ഈ രൂപത്തിലുള്ള പാറ്റേണുകൾ അവർ വാനലോകത്ത് നിർമ്മിക്കുന്നത്, ഒന്നുപോലും ആ കൂട്ടം തെറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു കൂട്ടം ആളുകൾ ഒരു നൃത്തം അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു കലാരൂപം അഭ്യസിക്കുകയാണെങ്കിൽ എത്ര കാലത്തെ പരിശീലനം അതിന് ആവശ്യമുണ്ട് എന്നുള്ള. പക്ഷികൾ യാതൊരു തെറ്റും കൂടാതെയാണ് ആ രൂപത്തിലുള്ള നിരവധി മനോഹരമായിട്ടുള്ള പാറ്റേണുകൾ ഒന്നടങ്കം ആ വാനലോകത്ത് അവ ചെയ്യുന്ന നൃത്തം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പക്ഷികളുടെ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആ ദേശാന്തര ഗമനാണ്. 10,000-കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഒരു കൂട്ടം പക്ഷികൾ നടത്തുന്ന ആ ദേശാന്തര ഗമനം, അതിൽ ഏറ്റവും കൂടുതൽ ദൂരം ലോങ്ങസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്നുള്ളത് ബാർട്ടൈൽ ഗോഡ്വിറ്റ് അല്ലെങ്കിൽ വരവാലൻ ഗോഡ്വിറ്റ് എന്നുള്ള ഒരു പക്ഷിയാണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാന്തര ഗമനം നടത്തുന്നത്. അത് അമേരിക്കയിലുള്ള അലാസ്ക, അങ്ങേയറ്റത്തുള്ള അലാസ്കയിൽ നിന്ന് ആരംഭിച്ച് ന്യൂസിലാൻഡ് വരെയാണ് അത് പറക്കുന്നത്. ഏകദേശം 11,500 അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ അത് നിർത്താതെ പറന്നുകൊണ്ടിരിക്കുക. ചിന്തിച്ചു നോക്കുക. അതായത് അത്രയും ദൂരം, ആ 12,000 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി 11 ദിവസം തുടർച്ചയായിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുക. അതായത് ഏകദേശം 250-ലധികം മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് ആ പക്ഷി പറന്നുകൊണ്ടിരിക്കുന്നത്, നോൺ സ്റ്റോപ്പായിട്ട് പറക്കുകയാണ്. അപ്പം അതിനിടയിൽ നിരവധി രാജ്യങ്ങളും അതെല്ലാം പിന്നിടുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, വെയിലും ചൂടും മഴയും മഞ്ഞും, അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അതിൻ്റെ ആ പറക്കൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ വിശാലമായിട്ടുള്ള കടലും അതേപോലെ തന്നെ മരുഭൂമിയും കാടുകളെല്ലാം പിന്നിട്ട് അവസാനം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുക. 12,000 കിലോമീറ്റർ 11 ദിവസം തുടർച്ചയായിട്ടൊരു പക്ഷി പറക്കുക, അത് സാധ്യമാണോ? അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? വളരെ കൃത്യമായിട്ട് ഈ രംഗത്ത് പഠിക്കുന്ന ഓർണിത്തോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പക്ഷിശാസ്ത്രജ്ഞന്മാർ അവർ സാറ്റലൈറ്റ് ടാഗെല്ലാം വെച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് അതിനെ നിരീക്ഷിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം അവർ പറയുന്നത്. എങ്ങനെയാണ് ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ തുടർച്ചയായിട്ട് ഈ രൂപത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത്? ഇത് പഠന വിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്
ഈ പക്ഷി അതിൻ്റെ ശരീരഭാരം എന്നുള്ളത് 400 മുതൽ 600 ഗ്രാം വരെയാണ് ശരീരഭാരം. യാത്ര തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് അതിനുള്ളൊരു പ്രിപ്പറേഷൻ എന്നോണം അത് ശരീരഭാഗം ശരീരത്തിൻ്റെ ഭാരം ഇരട്ടിയാകുന്ന രൂപത്തിൽ ഒരുപാട് ഭക്ഷണം കഴിച്ച് അത് ആ യാത്രക്ക് വേണ്ടി തയ്യാറെടുക്കും എന്നുള്ളതാണ്. പിന്നീട് ആ ശരീരത്തിൽ ശേഖരിച്ചു വെച്ച ആ ഒരു ഭക്ഷണമാണ് ആ 11 ദിവസത്തെ ആ യാത്രാ കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ആ രൂപത്തിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെയും പ്രധാനപ്പെട്ട അത്ഭുതപ്പെടുന്ന മറ്റൊരു കാര്യം, അതിന് ആ രൂപത്തിൽ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അതിന് ഉറക്ക് വേണ്ടേ, അല്ലെങ്കിൽ അതിന് വിശ്രമിക്കണ്ടേ? എങ്ങനെയാണ് തുടർച്ചയായിട്ട് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് അതിന് വിശ്രമം ലഭിക്കുന്നത്? അവിടെയും പഠന വിധേയമാക്കിയ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം, അപ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ മസ്തിഷ്കം എന്നുള്ളത് 2 അർദ്ധഗോളങ്ങൾ, 2 ഹെമിസ്ഫിയറുകളാണ്. സമാനമാണ് പക്ഷികളുടേതും. പക്ഷേ പക്ഷികളുടെ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആ മസ്തിഷ്കത്തിൻ്റെ 2 ഭാഗവും ഒരേ രൂപത്തിൽ ഉറക്ക മോഡിലേക്ക് പോവാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവയുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗം, അർദ്ധഭാഗം ഉറങ്ങുന്ന സന്ദർഭത്തിൽ മറ്റേ അർദ്ധഭാഗം അത് ഉണർന്നിരിക്കുകയാണ്. അപ്പം സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓൺ ആയിരിക്കും, അതേ സന്ദർഭത്തിൽ ഹാഫ് ബ്രെയിൻ ഓഫ് മോഡിലായിരിക്കും. ഇപ്പം ശരീരത്തിൻ്റെ ഒരു ഭാഗം റെസ്റ്റ് എടുക്കും, അതേ സന്ദർഭത്തിൽ മറ്റേ ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട് നേരെ തിരിച്ച് നേരത്തെ പ്രവർത്തിച്ച ആ ഭാഗം ഓഫ് മോഡിലേക്ക് പോവും, അതേ സന്ദർഭത്തിൽ മറുഭാഗം ഓൺ ആയിരിക്കും എന്നുള്ളതാണ്. ആ രൂപത്തിലാണത് യാത്ര ചെയ്യുക. അത് യൂണി ഹെമിസ്ഫിയറിക് സ്ലോ വേവ് സ്ലീപ്പ് അല്ലെങ്കിൽ USWS എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. പക്ഷികളുടെ മാത്രമല്ല, അതേ രൂപത്തിൽ തന്നെ ഒറ്റപ്പെട്ട ചില ജീവികൾ, ഡോൾഫിൻ പോലെയുള്ള ജീവികൾക്ക് ഈ ഒരു കഴിവുണ്ട് എന്നുള്ളത്. അതായത് ഒറ്റക്കണ്ണടച്ച് ഉറങ്ങാനുള്ള, അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗം ഉറങ്ങാനും വിശ്രമിക്കാനും അതേ സന്ദർഭത്തിൽ മറ്റേ ഭാഗം ഉണർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെ രാത്രി വിശ്രമിക്കേണ്ടതില്ല. ആ യാത്രയിൽ തന്നെ ഇപ്പോൾ നമ്മൾ സുദീർഘമായിട്ടുള്ള ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ആ ഫ്ലൈറ്റിൽ കിടന്ന് ഉറങ്ങുന്നത് പോലെ തന്നെ അവർ ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ വിശ്രമ മോഡിലേക്ക് ഒരു ഭാഗത്തെ വിട്ടുകൊണ്ട് അവർ ആ സുദീർഘമായിട്ടുള്ള ആ ഒരു മൈഗ്രേഷൻ അവർ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളത് സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണ്. അവരുടെ ആ സുദീർഘമായിട്ടുള്ള ആ സഞ്ചാരത്തിന് ആ പക്ഷികൾക്ക് ഈ ഒരു കഴിവ്, ഈ ഒരു സവിശേഷത അവർക്ക് അനിവാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ തന്നെ ആ ഒരു സവിശേഷമായിട്ടുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിച്ചു എന്നുള്ളതാണ്.